ഹലോ സുഹൃത്തുക്കളെ, ഇതിപ്പോൾ ഞാനൊരു നമുക്കൊരു പ്രോഫിറ്റ് വന്ന ഒരു സ്റ്റോക്ക് ഞാൻ വിറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിനു വേണ്ടി ഞാൻ ആഡ് ചെയ്തതാണ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയ വീഡിയോസിൽ അത് ഷോർട്സ് ആയിട്ട് മാറും. അത് നമ്മുടെ വീഡിയോ ആയിട്ട് കിടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു 3 മിനിറ്റ് ഉള്ള വീഡിയോസൊക്കെ ഇടാമെന്ന് ഓർത്തു. നിങ്ങളോട് പറയുന്നതിനും കുഴപ്പമില്ല, അതുകൊണ്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒക്ടോബറിൽ 1500 ഇട്ടിട്ട് പെയ്ഡ് ടു സ്റ്റോക്ക് ഏകദേശം ഒരു 1542 രൂപയ്ക്ക് വാങ്ങി. അതിൽ 3 സ്റ്റോക്കാണ് നമ്മൾ വാങ്ങിയത്. 207 രൂപയ്ക്ക് കാസ്ട്രോൾ വാങ്ങി. പുതിയ ആവലോൺ എന്ന് പറഞ്ഞ പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്തു 1017 രൂപയ്ക്ക്. പിന്നെ പ്രകാശ് പൈപ്പ്, അതും 313 വാങ്ങി. ഇത് രണ്ടുമാണ് മൈനസിൽ കിടക്കുന്നത് ഇപ്പോഴും, കാസ്ട്രോളും പ്രകാശ് പൈപ്പും. ആവലോൺ പുതിയതായിട്ട് ഞാൻ നോക്കി വച്ചിരുന്ന സ്റ്റോക്കാണ്, അത് ആഡ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒക്ടോബർ 8 ആയപ്പോഴത്തേനും നമ്മൾ ആവലോൺ എത്രയാണ് വാങ്ങിയേ, 1017 സംതിങ്. ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തിലോട്ടെ. എന്നിട്ട് 1229. അപ്പോൾ 1017 സംതിങ് അല്ലേ. 1229 മൈനസ് 1017, 212 രൂപ. നോക്കട്ടെ, 1017, 1220 വാങ്ങി. 1220 വാങ്ങി 1250 വിറ്റു. 238 രൂപ നമുക്ക് ലാഭം കിട്ടി. ബൈ 1012 100, ഏകദേശം 23% ലാഭം കിട്ടി. അത് എത്ര ദിവസം കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസം അങ്ങനെയൊക്കെയാണ്. ഞാനിതൊരു യൂട്യൂബ് ഇതിനകത്തും ഇതൊക്കെ അങ്ങനെ കണ്ട് എടുത്ത സ്റ്റോക്കായിരുന്നു. പിന്നെ നല്ല എല്ലായിടത്തും നന്നായി ഇത് കയറുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ന്യൂസുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞ പോലെ തന്നെ, ഇതൊക്കെ എപ്പോഴും എന്നൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോൾ തന്നെ അത് ഇതായി. 23% കിട്ടി ഒരു 6 ദിവസത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ വിറ്റതാണ് 1220 രൂപ ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ. എന്നോട് മെസ്സേജ് അയച്ച 1-2 പേർക്ക് ഞാൻ ഈ സ്റ്റോക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പിന്നീട് മെസ്സേജൊന്നും അയച്ചില്ല. അവർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഹോൾഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, കുറച്ചുകൂടി കയറുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു ഓവർ ഇതിൻ്റെ പുറകെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ഇതായപ്പോൾ തന്നെ വിറ്റത്. ഒരു ഷെയർ എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. താഴ്ന്നു കഴിഞ്ഞാൽ ഇനി വാങ്ങണം എന്ന് ഓർത്ത് അങ്ങനത്തെ സ്റ്റോക്കുകളാണല്ലോ നമ്മൾ വാങ്ങുന്നത്. പക്ഷേ ഇത് താഴ്ന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ കയറിപ്പോയി. അപ്പോൾ അതൊന്ന് കാണിക്കാനാണ് വന്നത്. പിന്നെ ഇനിയിപ്പോൾ ആ പൈസയ്ക്ക് ഞാൻ ഇന്ന് പറയുമ്പോൾ ഒക്ടോബർ 9. ഇന്ന് ഞാൻ അത് ആഡായിട്ടില്ല ഇതിനകത്ത്. ഇന്ന് ഞാൻ കുറച്ച് സ്റ്റോക്കിന് ഇട്ടിട്ടുണ്ട്. നാളെയാണ് സ്റ്റോക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റോക്കിൻ്റെ ഇതിട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ ഇനി നാളത്തേക്ക്. ഇപ്പോൾ ഏകദേശം 1200 സംതിങ് എമൗണ്ട് അക്കൗണ്ടിൽ കയറിയതുകൊണ്ട് ആ എമൗണ്ട് അക്കൗണ്ടിൽ തന്നെ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്തായാലും 1500 മാസം ഇടുന്നു, അത് വെച്ചാണ് ഷെയറുകൾ വാങ്ങുന്നത്. അപ്പോൾ ഈ പൈസ കൊണ്ട് കുറച്ച് ഷെയർ വാങ്ങാമെന്നുള്ളത് ഞാൻ ആദ്യം ഓർത്തു. അതവിടെ കിടന്നുകൊണ്ടുണ്ട്, പിന്നെ കിടന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാങ്ങാനുള്ള സ്റ്റോക്കുകൾ അങ്ങ് വാങ്ങാമെന്ന് വെച്ചു. അപ്പോൾ തന്നെ ഇന്ത്യൻ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് 732 സംതിങ്ങിന് ഓർഡർ ഇട്ടേക്കണേ. നാളെയാണ് ആഡ് ആവുള്ളൂ. നാളത്തെ പൈസ വെച്ചാണ് പറയാൻ പറ്റുള്ളൂ. പൈസ അപ്പോൾ നോക്കണ്ട. ഇന്ത്യൻ ഹോട്ടൽ, ലെമൺ ട്രീ, ഇതൊക്കെ തന്നെ ഞാൻ ലോങ് ടൈം അല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ കാസ്ട്രോൾ, PPL ഒക്കെ പോലെ, പ്രകാശ് പൈപ്പില്ലേ, അതേപോലെയൊക്കെ തന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ വിൽക്കുന്നു. ഇപ്പോൾ ആവലോണൊക്കെ വിറ്റില്ലേ, ആവലോണും അതൊക്കെ അതേപോലെ പെട്ടെന്ന് വിൽക്കുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. പിന്നെ ഉള്ളത് ഗോൾഡും സിൽവറും. ബാക്കി വന്ന പൈസയ്ക്ക് ഞാൻ ഗോൾഡും സിൽവറും ഓരോന്ന് വാങ്ങി. ഗോൾഡും സിൽവറൊക്കെ ഇങ്ങനെ ബാക്കി വരുന്ന പൈസയ്ക്കൊക്കെ വാങ്ങാനേ പറ്റുള്ളൂ. കാരണം എന്തായാലും തന്നെ അത് കയറി പോവുകയാണ്. ഇപ്പം തന്നെ ഇന്നലെ തന്നെ നോക്കിയപ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി നമ്മുടെ ഹോൾഡിങ്ങിൽ സിൽവർ, ഗോൾഡ് 20%, സിൽവർ 46%.